അവന്തികയും അനഘയും ഈ വീട്ടിൽ ഉണ്ടാവില്ല എന്നത് തന്നെയായിരിക്കും. ഞാൻ പറഞ്ഞത് മനസ്സിലായെങ്കിൽ അവന്തികയ്ക്ക് മറുപടി പറയാം. അങ്കിൾ, ഞങ്ങള് അനഘയല്ല, അവന്തികയാണ് മറുപടി പറയേണ്ടത്. അച്ഛാ, സന്ദീപിനെ അനഘ ഒരുമിച്ച് കാണാതായപ്പോ അനഘ അതിനു മുമ്പ് എന്നോട് പറഞ്ഞ കാര്യങ്ങൾ വെച്ചാണ് ഞാൻ അങ്ങനെ ഒരു നിഗമനത്തിലെത്തിയത്. അല്ലെങ്കിൽ ഞാൻ ഒരിക്കലും ഇത്രയും ദിവസം സമാധാനമായിട്ടിരിക്കുന്ന അച്ഛന് തോന്നുന്നുണ്ടോ? അച്ഛൻ പറഞ്ഞ 2 ഓപ്ഷൻസില് രണ്ടാമത്തെ തെരഞ്ഞെടുക്കാനേ എനിക്കും ഇവൾക്ക് നിവൃത്തിയുള്ളൂ. ഇനി ഞങ്ങള് ഇതുപോലത്തെ കാര്യങ്ങൾ ആവർത്തിക്കാതെ നോക്കിക്കോളാം. ഇനിയുണ്ടായ അച്ഛൻ പറയുന്നതിന് മുമ്പ് തന്നെ ഞങ്ങൾ ഇവിടുന്ന് ഇറങ്ങിപ്പോക്കോളാം. എല്ലാത്തിനും അച്ഛൻ ഞങ്ങൾക്ക് മാപ്പ് തരണം. അനഘ എപ്പോ വന്നു? അനഘേ, നീ എവിടെയായിരുന്നു? നിന്നെ കാണാതെ ഇവിടെ എല്ലാവരും എന്തുമാത്രം തീ തിന്നെന്നറിയോ? നിങ്ങൾ പറഞ്ഞതാ മക്കളെ ശരി. സന്ദീപ് ഒരിക്കലും ഇങ്ങനൊരു പ്രവൃത്തി ചെയ്യില്ലെന്ന് നിങ്ങൾ രണ്ടുപേരും പറഞ്ഞിട്ടും ഞാനത് വിശ്വസിക്കാൻ കൂട്ടാക്കിയില്ല. അനഘ തിരിച്ചു വന്നു. എന്റെ മോൻ എവിടെയെന്ന് അറിയില്ല. സച്ചി, ഇപ്പൊ തന്നെ സന്ദീപിന്റെ പേരിൽ ഒരു മിസ്സിംഗ് കേസ് കൊടുക്കണം നമുക്ക്. വാ. ഇനി ഇതിന്റെ ആവശ്യമില്ല അച്ഛാ. സന്ദീപ് എന്നെ വിളിച്ചിരുന്നു. അവൻ നാളെ ഇങ്ങ് വരും. എവിടെയാ അവൻ? ഞാനെന്ന് അച്ഛനോട് പറഞ്ഞില്ലേ, സച്ചേട്ടൻ കമ്പനി ആവശ്യത്തിന് അവന് ബാംഗ്ലൂരിൽ വിടുന്ന കാര്യം. അവൻ ഫ്രണ്ട്സിന്റെ കൂടെ ബൈക്കിൽ പോയിന്ന്. അവിടെ ചെന്നിട്ട് നമ്മളോട് ഇക്കാര്യം അറിയിക്കുന്നതിന് മുമ്പേ അവന് ഒരു ആക്സിഡന്റ് ഉണ്ടായി. ഈശ്വരാ. ഇത്രയും ദിവസം ഏതോ ഹോസ്പിറ്റലായിരുന്നു. ആക്സിഡന്റിൽ ഫോണൊക്കെ നഷ്ടപ്പെട്ടു. പിന്നെ അവന്റെ കൂടെ പോയ ഏതോ കൂട്ടുകാരന്റെ ഫോണിൽ നിന്നാണ് വിളിച്ചത്. നാളെ ഡിസ്ചാർജ് ചെയ്യും, എന്നിട്ട് നാളെ എത്തിക്കോളാന്ന് പറഞ്ഞു. സച്ചി, നീ വേഗം ഇറങ്ങ്. നമുക്ക് അവിടെ വരെ പോകാം. എനിക്കിപ്പൊ തന്നെ അവനെ കാണണം. അച്ഛാ, അതിന് എവിടെയാ സ്ഥലമെന്ന് അവൻ പറഞ്ഞില്ല. മാത്രമല്ല അച്ഛനോട് ഇപ്പൊ ഒന്നും പറയണ്ടെന്ന് അവൻ പറഞ്ഞിരുന്നു. അവന് വേറെ കുഴപ്പമൊന്നുമില്ല. പിന്നെ അച്ഛൻ കൂടുതൽ ടെൻഷൻ ആവണ്ടെന്ന് കരുതിയാ ഞങ്ങളിപ്പോ പറഞ്ഞത്. നാളെ അവൻ വരും അച്ഛാ. ഇല്ലെങ്കിൽ വിളിച്ച നമ്പറിന്റെ ടവർ ലൊക്കേഷൻ കണ്ടുപിടിച്ച് നമുക്ക് അന്വേഷിക്കാവുന്നേ ഉള്ളൂ. മക്കളെ, നിങ്ങൾ പറയുന്നത് ഉള്ളതാണല്ലോ അല്ലേ? അല്ലാതെ എന്നെ സമാധാനിപ്പിക്കാൻ വേണ്ടി പറയുന്നതല്ലോ. അല്ലച്ചാ, സത്യങ്ങളാ പറഞ്ഞത്. നാളെ ഈ സമയത്ത് സന്ദീപ് ഈ വീട്ടിലുണ്ടാവും, ഉറപ്പ്. അപ്പൊ നാളെയാണ് അവനെ കൊണ്ടുവരുന്നത്. അപ്പൊ അവനെ ഇവരെവിടെയോ കൊണ്ട് ഒളിപ്പിച്ചിരിക്കുക. അച്ഛാ, എന്തായാലും ഇത്രയും ദിവസം നമ്മൾ കാത്തില്ലേ? ഇനി ഒരു ദിവസം കൂടെ നോക്കാം. സച്ചേട്ടനും അർച്ചനേട്ടത്തെയും ഉറപ്പ് പറയുന്നില്ലേ? എന്തായാലും വെറുതെ ആവില്ല അച്ഛ. അച്ഛനെ തെറ്റിദ്ധരിപ്പിച്ച് വെറുതെ സമാധാനപ്പെടുത്താനാവില്ലെന്ന് എനിക്കറിയാം. അതുകൊണ്ട് അച്ഛൻ സമാധാനമായിട്ടിരിക്കെ. വാ.
വാ അച്ഛാ വാച്ച. വാ. ഇപ്പോഴാണ് ശ്വാസം ഒന്ന് നേരെ വീണത്. അച്ഛൻ്റെ അവന്തികേടത്തിൻ്റെ ചോദ്യങ്ങൾക്ക് കള്ളമാണ് പറഞ്ഞെങ്കിലും അപ്പം തന്നെ ഉത്തരം പറയാൻ പറ്റി. അല്ല, എനിക്കൊരു സംശയം. സന്ദീപിനെ തട്ടിക്കൊണ്ടുപോയത് അജയനാണെന്നുള്ള കാര്യം നമ്മളെന്തിനാ മറച്ചു വയ്ക്കുന്നേ? അനൂപേട്ടൻ്റെ അടുത്ത് കാര്യങ്ങളെല്ലാം പറഞ്ഞിരുന്നെങ്കിൽ ഇനി ആതിരെ അജയനെ കെട്ടിച്ചു കൊടുക്കാൻ അനൂപേട്ട ഒരിക്കലും തയ്യാറാവില്ലായിരുന്നു. അതിനെക്കുറിച്ച് ഞാനും ഓർത്തതാ സച്ചേട്ടാ. പക്ഷേ ഇത് നമ്മൾ എൻ്റെ വീട്ടിൽ പറയുമ്പോൾ അവരെ വിശ്വസിക്കണമെന്നില്ല. സന്ദീപിന് ആതിരെ കൊടുക്കാൻ നമ്മൾ കള്ളം പറഞ്ഞതാണെന്നേ അവർ കരുതും. അത് കുഴപ്പമില്ലെന്ന് വെച്ചാലും ഇതെങ്ങനെയെങ്കിലും ഇവിടെ അറിഞ്ഞാൽ അജയൻ എന്തിനാ സന്ദീപിനെ തട്ടിക്കൊണ്ടു പോയെന്ന ചോദ്യം നമുക്കെതിരെ ഉയരും. അപ്പോൾ ഇതുപോലെ ചെറിയ കള്ളങ്ങളിൽ തൂങ്ങി നമുക്ക് രക്ഷപ്പെടാനാവില്ലെന്നും വരും. താൻ പറഞ്ഞ ശരിയാ. എന്തായാലും ഇപ്പൊ പറഞ്ഞ പോലെ തന്നെ ഇരിക്കട്ടെ. താൻ എന്നെ തടഞ്ഞതുകൊണ്ടാ. ഇല്ലെങ്കിൽ എന്റെ അനിയന്റെ ദേഹം നോവിച്ചവനെ അതുപോലെ നോവിച്ച ഞാനും വിടുവായിരുന്നുള്ളൂ. അവന് ആവശ്യമുള്ളത് ഡോക്ടർ ഖാദർ കൊടുത്തിട്ടുണ്ട്. ഇപ്പൊ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് അതിനെക്കുറിച്ചൊന്നും അല്ല. നമുക്ക് സന്ദീപിന്റെ അടുത്തേക്ക് ഇപ്പൊ തന്നെ പോണ്ടേ. ഹോസ്പിറ്റലിൽ രാത്രി വേറെ ആരും നിൽക്കാനും ഇല്ലല്ലോ. അവന് മാറാനുള്ള ഡ്രസ്സും എടുക്കണം. ഹോസ്പിറ്റലിൽ ചെന്ന് അവനെ കണ്ടപ്പോഴാ എനിക്ക് ആശ്വാസമായത്. ആ അജയനെ എന്തെങ്കിലും എന്റെ കൈ കിട്ടും. ഡോക്ടർ അബ്ദുൽ ഖാദർ. ഹലോ. ആ അർച്ചന, അവിടെ എല്ലാം ഓക്കെ ആണല്ലോ അല്ലേ? ആ എല്ലാം ഓക്കെയാണ് ഡോക്ടർ. പിന്നെ താങ്ക്സ് ഉണ്ട് കേട്ടോ. ഡോക്ടർ സമയത്തിന് ഇവിടെ വന്നതുകൊണ്ടാണ് ഇതൊക്കെ നടന്നത്. ആ പിന്നെ അർച്ചന, ഇതിന്റെയൊക്കെ പിന്നിൽ അവന്തികയാണെന്നുള്ള ഒരു സംശയവും സച്ചിക്കുണ്ടാവരുത്. ആ എല്ലാത്തിനും ചേർത്തുള്ളത് ഞാൻ അവന് കൊടുത്തിട്ടുണ്ട്. അപ്പൊ പിന്നെ ഇനി ഇവനെയൊക്കെ പറഞ്ഞു വിട്ടേക്കട്ടെ. ആ അപ്പൊ ഓക്കെ. അർച്ചന പറഞ്ഞു നിങ്ങളെയൊക്കെ പറഞ്ഞു വിട്ടേക്കെ. അങ്ങനെ അങ്ങ് പറഞ്ഞു വിടാൻ പറ്റുമോ അല്ലേ? നിങ്ങളിത് എവിടേക്കാ ബാഗൊക്കെ തൂക്കി? അച്ഛാ, ഞങ്ങള് വീട്ടിലേക്ക് ഇന്നൊരു ദിവസം വീട്ടിൽ പോയി നിൽക്കാന്ന് കരുതി. ആതിരയുടെ നിശ്ചയം മുടങ്ങിയതുകൊണ്ട് അവിടെ എല്ലാവരും വലിയ വിഷമത്തില്ല. നിശ്ചയം മുടങ്ങിയെന്നോ? എങ്ങനെ? അതച്ഛാ, മുഹൂർത്തമായിട്ടും ചെറുക്കൻ എത്തിയില്ല. അങ്ങനെ ഒന്ന് രണ്ട് പറഞ്ഞ് വഴക്കായി. പിന്നെ നിശ്ചയം വേണ്ടെന്ന് വെച്ചു. എന്തൊക്കെ ഈശ്വര ചുറ്റും നടക്കുന്നത്?
ഇവിടുത്തെ കാര്യം തന്നെ കണ്ടില്ലേ, ആരോടും പറയാതെ അനക്ക ടൂർ പോയിരിക്കുന്നു. അതിനെല്ലാം കുട പിടിക്കുന്ന ഒരു ചേച്ചിയും, എന്നിട്ട് ഓരോന്ന് പറഞ്ഞ് വിശ്വസിപ്പിച്ച് മനുഷ്യനെ പൊട്ടനാക്കുന്നു. എല്ലാവർക്കും ഇതെന്താ പറ്റിയെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. അവരെയും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. മക്കൾ മരുമക്കൾ വ്യത്യാസമില്ലാതെ കണ്ണടച്ച് സ്നേഹിക്കുന്നതുകൊണ്ട് എല്ലാവരും പറയുന്നത് ഞാൻ അതുപോലെ വിശ്വസിക്കും. ചെയ്യുന്ന കുറ്റങ്ങളെല്ലാം ഒരു പൊട്ടനെ പോലെ നിന്ന് എല്ലാം ക്ഷമിക്കും. കാരണം ഒരിക്കൽ ഞാൻ ദേഷ്യം കാണിച്ചതാ, തീരാ ദുഃഖമായി എന്നിലേക്ക് വന്നത്. ഇനിയും അത് ആവർത്തിക്കപ്പെടരുതെന്ന് കരുതിയ പലതും ഞാൻ മനഃപൂർവ്വം ക്ഷമിക്കുന്നത്. തെറ്റുകൾ ചെയ്യുന്നതും തെറ്റിദ്ധരിപ്പിക്കുന്നതും സ്വന്തമാണെന്ന് കരുതുന്നവരായതുകൊണ്ട് പലതും കണ്ടില്ലെന്ന് അടിക്കേണ്ടി വരുന്നുണ്ട്. ഇന്നെനിക്ക് നിയന്ത്രണം വിട്ട് അനഘയെ തല്ലേണ്ടി വന്നു. എത്ര മനസ്സിലടക്കി പിടിച്ചാലും ചിലത് നിയന്ത്രിക്കാനാവില്ലല്ലോ. അടികൊണ്ടത് അവൾക്കാണെങ്കിലും വേദനിച്ചത് എനിക്കാ. ഇനിയുള്ള പശ്ചാത്താപത്തിന് വിലയില്ലെങ്കിലും മനസ്സ് നീറുന്നുണ്ട്. കാരണം അത്രയ്ക്ക് ഞാൻ എൻ്റെ മക്കളെ സ്നേഹിക്കുന്നുണ്ട്, വിശ്വസിക്കുന്നുണ്ട്. അതെല്ലാവർക്കും മനസ്സിലാവാത്തതാണോ, അങ്ങനെ നടിക്കുന്നതാണോ എന്നാ ഇപ്പൊ എന്റെ സംശയം. വേറെ എന്തും ഞാൻ സഹിക്കും, വിശ്വാസവഞ്ചന ഒഴികെ എന്തും. വിശ്വാസം എന്ന വാക്കില സേതുമാധവൻ ജീവിക്കുന്നത്. ഞാൻ എൻ്റെ മക്കളെ വിശ്വസിക്കുമ്പോൾ അവരും അത് പാലിക്കണമെന്ന് നിർബന്ധമുണ്ടെനിക്ക്. എന്നോടൊന്ന് പറഞ്ഞ് മറ്റൊന്ന് പ്രവർത്തിക്കുന്നത് എന്നെ കൊല്ലുന്നതിന് തുല്യമാ. അങ്ങനെ എനിക്ക് എല്ലാവരെയും വിശ്വാസം ഉള്ളതുകൊണ്ടാ സന്ദീപും അനഘയും നാട് വിട്ടുപോയി എന്ന് പറഞ്ഞപ്പോൾ ഞാൻ വിശ്വസിച്ചത്. അതുപോലെ സന്ദീപ് നാളെ മടങ്ങി വരുമെന്ന് നിങ്ങൾ പറഞ്ഞപ്പോൾ അതും ഞാൻ വിശ്വസിച്ചത്. വിശ്വസിക്കുന്നവരെ പറ്റിക്കാൻ ഭയങ്കര എളുപ്പമാണ് മക്കളെ. അത് പറ്റിക്കുന്ന ആളുകളുടെ സാമർഥ്യത്തെക്കാൾ വിശ്വസിക്കുന്നവന്റെ മനസ്സാണ് അവസാനം തിരിച്ചറിയപ്പെടുമ്പോൾ മുറിവേൽക്കപ്പെടുന്നത്. അച്ഛാ, ഞങ്ങൾ പറഞ്ഞ സത്യം. സന്ദീപ് നാളെയും വരും. അത് അച്ഛനെ സമാധാനപ്പെടുത്താൻ വേണ്ടി പറഞ്ഞതല്ല. ഞാനും സച്ചേട്ടനും അന്നേ അച്ഛനോട് പറഞ്ഞില്ലേ, സന്ദീപ് ഒരിക്കലും ഇങ്ങനെയൊന്നും ചെയ്യില്ല എന്ന്. വിശ്വാസത്തെക്കുറിച്ച് അച്ഛൻ ഇത്രയും പറഞ്ഞതുകൊണ്ട് പറയുക. പലരെക്കുറിച്ചും ഓരോ സാഹചര്യങ്ങളിലും ഓരോന്ന് കേൾക്കുമ്പോൾ തകർന്നു പോവുക പലപ്പോഴും. സച്ചേട്ടൻ ഉൾപ്പെടുന്ന മക്കളായാലും ഞാൻ ഉൾപ്പെടുന്ന മരുമക്കളായാലും തെറ്റുപറ്റും. അത് വിശ്വാസവഞ്ചനയായി വ്യാഖ്യാനിക്കും മുമ്പ് ആ തെറ്റ് എന്തുകൊണ്ട് പറ്റിയെന്ന് കൂടി അച്ഛൻ ചിന്തിക്കണം. അതിൽ ചിലതെങ്കിലും നന്മയ്ക്കാണെന്ന് തിരിച്ചറിയാൻ വേണം. ഞാൻ പറഞ്ഞു വന്നത്, ആരെയും, ഈ എന്നെ പോലും 100% വിശ്വസിക്കരുത് അച്ഛൻ. 1% സംശയിക്കണം ഓരോ കാര്യത്തിലും. നമ്മുടെ മനസ്സ് തകർന്നു പോകുമ്പോൾ അതിൽ നിന്ന് തിരികെ വരാൻ അത് ഒരുപാട് സഹായിക്കും. ഞാൻ അച്ഛൻ്റെ വാചകങ്ങളൊക്കെ തിരുത്തുകയാണെന്ന് കരുതരുത്. അതിന് ഞാൻ ആളുമല്ല. ഇങ്ങനൊരു അനുഭവത്തിൽ നിന്നെങ്കിലും അച്ഛൻ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കണമെന്ന് കരുതി പറഞ്ഞതാ. അതെ അച്ഛാ, അർച്ചന പറഞ്ഞതാ ശരി. എനിക്ക് അച്ഛനോടൊരു അപേക്ഷ കൂടിയുണ്ട്. സന്ദീപ് തിരികെ വന്നതിന് ശേഷം ഉടനെ അവനോട് അനഘയുമായുള്ള വിവാഹത്തെപ്പറ്റി അച്ഛൻ സംസാരിക്കരുത്. ശാരീരികമായി നല്ല അവസ്ഥയല്ല അവന്. മാനസികമായി കൂടി തളർത്തരുത് നമ്മളാരും. ഇനിയെല്ലാം സമാധാനമായിട്ട് ആലോചിച്ച് ഓരോന്ന് ചെയ്താൽ മതി അച്ഛാ. അങ്ങനെ നമ്മൾ ചെയ്യാത്തതുകൊണ്ടാ മനസ്സമാധാനക്കേട് നമ്മൾ വിളിച്ചു വരുത്തുന്നത്. അച്ഛൻ നല്ലപോലെ ആലോചിച്ച് ഒരു തീരുമാനത്തെത്തിയാൽ മതി. എന്നാ ഞങ്ങൾ ഇറങ്ങട്ടെ.
നീ ജീവിച്ചിരിപ്പുണ്ടോടാ? ജീവനുണ്ട്. എന്റെ എല്ലാ പ്ലാനും പൊളിച്ച് നീ ഇത്ര നേരം എവിടെയായിരുന്നു? മാഡം ഇങ്ങനെ ഒച്ചത്തിൽ സംസാരിക്കല്ലേ, എന്റെ ചെവി വേദനിച്ചിട്ട് വയ്യ. ചെവിയിൽ എന്തോ വണ്ട് മൂളുന്ന പോലെ. മാഡം, ഞാൻ എല്ലാം പറയാം. ആദ്യം എനിക്ക് മാഡത്തിനെ ഒന്ന് കാണണം. നിന്റെ കുറെ ന്യായീകരണങ്ങൾ നിരത്താനാണെങ്കിൽ നിന്നെ എനിക്ക് കാണണമെന്നില്ല. നിന്നെപ്പോലെ ഒരുത്തനെ വെച്ച് ആസൂത്രണം ചെയ്തിട്ട് പരാജയപ്പെട്ട് നിൽക്കുക ഞാൻ. ഇപ്പൊ ഞാൻ എന്നെ തന്നെ ഇഷ്ടപ്പെടാത്തൊരവസ്ഥയിലാണ് ഉള്ളത്. അതുകൊണ്ട് ഇപ്പൊ നമ്മൾ തമ്മിൽ കാണാതിരിക്കുന്നതാ നിനക്ക് നല്ലത്. മാഡത്തിനെ എനിക്ക് കാണണം, കണ്ടേ പറ്റൂ. ഞാൻ പോകാത്തത് കൊണ്ടാണ് നിശ്ചയം മുടങ്ങിന്നുള്ളത് ശരി തന്നെ. പക്ഷെ ഞാൻ അതിലൊരു തെറ്റും ചെയ്തിട്ടില്ല. നീ ചെയ്താലും ഇല്ലെങ്കിലും ഇനി ഈ പേരും പറഞ്ഞ് എനിക്കോ നിനക്കോ അവിടെ കയറി ചെല്ലാൻ പറ്റില്ല. നിന്നോട് ഞാൻ പറഞ്ഞത് എന്താ? അർച്ചന എതിര് നിൽക്കുന്ന കാര്യ സൂക്ഷിച്ചും കണ്ട് വേണം നിൽക്കാന്ന്. അപ്പം നിനക്ക് വാശി, ആ നരുന്ത് പെണ്ണിനെ കൊണ്ട് എന്ത് സാധിക്കും? ഇപ്പൊ നിനക്ക് മനസ്സിലായില്ലേ നരുന്ത് പെണ്ണിന് എന്തൊക്കെ സാധിക്കും? നിന്നെ പൊക്കിയ കാര്യമൊക്കെ അവളെന്നോട് പറഞ്ഞു. ഇനി അതും പറഞ്ഞ് അർച്ചനയുടെ മിടുക്ക് ചർച്ച ചെയ്യാനാണെങ്കിൽ തമ്മി കാണണമെന്നില്ല. അതൊന്നും പറയാനല്ല മാഡം, എനിക്ക് മാഡത്തിന് ഒന്ന് കാണേണ്ട കാര്യമുണ്ട്. അതും എത്രയും പെട്ടെന്ന്. മാഡം ഞാൻ പറയുന്ന സ്ഥലത്ത് വരണം പ്ലീസ്. ഞാൻ വരാം. ശരി. എന്ത് പറഞ്ഞു നിന്റെ മാഡം? വരുന്നുണ്ടോ ഇങ്ങോട്ട്? വരാന്ന് പറഞ്ഞു. വരട്ടെ, എനിക്കൊന്ന് കാണണം, കുറച്ച് കാര്യങ്ങളും പറയണം. അതിനാ നിന്നെ കൊണ്ട് വിളിപ്പിച്ചത്. നീ അവന്തികയോടൊപ്പം കൂടിയ നിമിഷം മുതൽ നിന്റെ നാശം തുടങ്ങിയ അജയ. നമ്മൾ നിൽക്കുന്ന ലൊക്കേഷൻ അയച്ചു കൊടുക്ക്. നിന്റെ മാഡത്തിന് യാത്രയിൽ കൂടി വഴിതെറ്റണ്ട. Your destination is 2 kilometers away. വന്നല്ല. എന്താടാ നിനക്കെന്നെ കാണാൻ ഇത്ര അത്യാവശ്യം എന്താ? അത്യാവശ്യം എനിക്കാ. ഇവനെ കൊണ്ട് ഞാനാ വിളിപ്പിച്ചത്. എന്തിന്? പറയാം. ഇവന്റെ മുഖത്തെ ഈ പാടൊക്കെ കണ്ടോ? ഞാൻ തല്ലിയതാ. ഇവനെ പറഞ്ഞു വിട്ടിട്ട് ഞാൻ വീട്ടിലേക്ക് പോകും. അതാ ഞാൻ അർച്ചനയോട് പറഞ്ഞിരുന്നത്. ഇതിനിടയ്ക്കുള്ള ഈ കൂടിക്കാഴ്ച
അതെന്റെ മാത്രം പ്ലാനാ. സന്ധ്യയ്ക്ക് പോലും ഇതറിയില്ല. നിങ്ങൾക്ക് നിങ്ങളുടെ ഭാര്യയ്ക്ക് ഇതിൽ എന്താ കാര്യം? നിങ്ങൾ എന്തിനാ ഞങ്ങളുടെ കുടുംബകാര്യത്തിൽ ഇങ്ങനെ സ്ഥിരമായി ഇടപെട്ടുകൊണ്ടിരിക്കുന്നത്? ഇതെല്ലാം നിങ്ങളുടെ കുടുംബകാര്യമാണെങ്കിൽ നീ എന്തിനാ എന്റെ ഭാര്യയെ കൊല്ലാൻ നോക്കിയത്? നീ നന്നായെന്നൊക്കെ ഞങ്ങളോട് വന്ന് പറഞ്ഞെന്തിനാ? നീ നിന്റെ കുടുംബത്തുള്ളവരോട് എന്തു വേണമെങ്കിലും കാണിച്ചോ, അത് പുറത്തുള്ളവരോട് കാണിച്ചു തുടങ്ങുമ്പോഴാ പ്രശ്നം. നിന്റെ എന്തോ ഭാഗ്യത്തിന് നെല്ലിശ്ശേരിയിലുള്ളവരൊക്കെ നീ പറഞ്ഞത് വിശ്വസിക്കും. അത് നിന്റെ മിടുക്കൊണ്ടല്ല, നിന്നെ അവർ അത്രയ്ക്ക് സ്നേഹിക്കുന്നുണ്ട്. അതെ, നിങ്ങളുടെ സുവിശേഷം കേൾക്കാൻ എനിക്കിപ്പോ സമയമില്ല. എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ അത് പറഞ്ഞിട്ട് പോണം. ഉപദേശം കേൾക്കാൻ എനിക്കിപ്പോ സമയമില്ല. ആ, എങ്കിൽ പിന്നെ കാര്യത്തിലോട്ട് വരാം. ദേ, അവന് ചെറിയൊരു അസുഖം. അതിനുള്ള മരുന്ന് ഞാൻ കൊടുത്തിട്ടുണ്ട്.